ചൈനീസ് സൈന്യത്തിൽ വീണ്ടും ഉന്നതതല അഴിച്ചുപണി. അക്ഷരാർത്ഥത്തിൽ ഇത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ വിശ്വസ്തനും സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ വൈസ് ചെയർമാനുമായ ജനറൽ രാങ് ഔക്ലിക്സിനെതിരെയാണ് നടപടി. ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും ആണവ രഹസ്യ ചോർച്ചയും ആരോപിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കക്ക് ചൈനയുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യങ്ങൾ കൈമാറി എന്നതടക്കമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. വേൾഡ് വൈബ്സിലേക്ക് സ്വാഗതം. ചൈനീസ് പ്രതിരോധ മന്ത്രാലയം അച്ചടക്ക ലംഘനത്തിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് അന്വേഷണമെന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുടെ ആണവായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ട കോർ ടെക്നിക്കൽ ഡാറ്റ ജനറൽ രാങ് അമേരിക്കക്ക് ചോർത്ത് നൽകി എന്നതാണ് ഏറ്റവും ഗൗരവകരമായ പ്രശ്നം. സൈനിക ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിന് വൻതുക കൈക്കൂലിയായി വാങ്ങിയെന്നത് വേറെ. പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ ഏറ്റവും മുതിർന്ന യൂണിഫോംഡ് ഓഫീസറാണ് രാങ്. ഇത് കേവലം ചൈനയുടെ ആഭ്യന്തര കാര്യം മാത്രമല്ല, മറിച്ച് അമേരിക്കയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏറെ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ സൈനിക നീക്കങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്നത് ജനറൽ രാങ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പുറത്താകൽ അതിർത്തിയിലെ ചൈനയുടെ നയങ്ങളിൽ മാറ്റം വരുത്തുമോ എന്ന് ഇന്ത്യ നിരീക്ഷിക്കുകയാണ്. ചൈനീസ് സൈനിക നേതൃത്വത്തിലുണ്ടാകുന്ന അനിശ്ചിതത്വം പലപ്പോഴും അതിർത്തിയിൽ പ്രകോപനങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ PLAയുടെ നേതൃത്വത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മേഖലയിലെ സുരക്ഷയെ ബാധിച്ചേക്കാം. ചൈനീസ് സൈന്യത്തിൽ ഷീ ജിൻപിങ് നടത്തുന്ന ഈ ശുദ്ധീകരണം വരാനിരിക്കുന്ന യുദ്ധ സജ്ജീകരണങ്ങളുടെ ഭാഗമാണോ അതോ ആഭ്യന്തര ഭിന്നതയാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകാനിരിക്കുന്നതേയുള്ളൂ. ആരാണ് രാങ് ഔക്ലിയ എന്നറിയണ്ടേ? ഷീ ജിൻപിങ്ങിന്റെ ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരിൽ ഒരാളായാണ് ജനറൽ രാങ് നാളിതുവരെ അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹം ചൈന വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത വെറ്ററൻ കൂടിയാണ്. ഇത്രയും ഉന്നതനായ പ്രസിഡന്റുമായി അടുത്ത ബന്ധമുള്ള ജനറൽ അന്വേഷണ വലയത്തിലാകുന്നത് സൈന്യത്തിനുള്ളിലെ അസ്വാരസ്യങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ ചൈനയിൽ പട്ടാള അട്ടിമറിക്ക് ശ്രമം നടന്നുവെന്നും പ്രസിഡന്റിന്റെ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലുണ്ടായെന്നും സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. എന്നാൽ പാശ്ചാത്യ നിരീക്ഷകരും ചൈനീസ് വിദഗ്ധരും ഇതിനെ തള്ളിക്കളഞ്ഞു. ഏഷ്യ സൊസൈറ്റി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫെല്ലോ ആയ നീൽ തോമസ് പറയുന്നത് ചൈനയുടെ ആണവ രഹസ്യങ്ങൾ ചോർത്തുക എന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിൽ അത്ര എളുപ്പമല്ല എന്നാണ്. ഷീ ജിൻപിങ്ങിന്റെ അധികാരം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനുള്ള നീക്കമായും ഇതിനെ ചിലർ കാണുന്നുണ്ട്. 2023 മുതൽ ഏകദേശം 50ഓളം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഷീ ജിൻപിങ് അഴിമതിയുടെ പേരിൽ നീക്കം ചെയ്തത്. ലോക രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ സമവാക്യം തന്നെ പാടെ അട്ടിമറിക്കാൻ ഈ സംഭവങ്ങൾ വഴിവെച്ചേക്കുമെന്ന് വിലയിരുത്തുന്നവർ ഏറെ. ഇനിയുള്ള ചൈനയുടെ നീക്കം ലോകം ഉറ്റുനോക്കുകയാണ്.